ഇതാണ്ട് പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പുതിയൊരു സംവിധാനമാണ് കേട്ടോ. അതായത് ഓൾറെഡി ഇതിനകത്ത് പന്നി കയറില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ട് മാറ്റ് വിരിച്ചിരുന്നു, അതേ കസ്റ്റമർ നമുക്ക് തന്ന വർക്കാണിത്. അപ്പോൾ ഇതുണ്ടോ ഷീറ്റ് ഇങ്ങനെ വിരിച്ച് പോവാണ് കേട്ടോ. ഷീറ്റ് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് വരുമ്പോൾ ചിലവ് കുറവാണ്. ഇത് നിങ്ങൾക്കൊരു 50 മീറ്റർ വരുമ്പോൾ 3500 രൂപ 4500 അത്രേ വരുള്ളൂ ഇത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ, സ്പെഷ്യൽ ഷീറ്റാണ്. ഇതിൻ്റെ ഈ കളറാണ് പ്രത്യേകത. ഇത് ഈ മെറ്റീരിയൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറ്റിയടിച്ച് ആ ഷീറ്റിൻ്റെ മാത്രം കോസ്റ്റാണ് പറഞ്ഞത് കേട്ടോ. ഇത് ചെയ്യുന്ന വർക്ക് വേറെയാണ്, വളരെ പ്രത്യേക രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ട ഇങ്ങനെ അറ്റം തൊട്ട് എന്താ ഇങ്ങനെ നോക്കി കണ്ട, അവിടെ തൊട്ട് ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ഷീറ്റ് വരുന്നേക്ക് വേണ്ട. നമ്മളിത് നല്ല സൂം ചെയ്തിട്ടായതുകൊണ്ട് കണ്ട കണ്ട ഇങ്ങനെ വിരിച്ച് നമ്മളിപ്പം സംഗതി ഇപ്പം മഴയാണ് എന്നാൽ പോലും നമ്മളിത് ചെയ്യുക. കണ്ടോ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതപ്പം നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്താണ് ഈ ഒരു മഞ്ഞ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല മഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ പന്നിക്ക് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുകളാണ് തിരിച്ചറിയുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അത് കാണുക. അതിന് കൂടുതലും അറിയുക മണം പിടിച്ചിട്ടാണ്. അപ്പോൾ പന്നി ഇത് വന്ന് കാണുമ്പോൾ എന്തോ രാത്രിയിൽ ഇത് വന്ന് കാണുമ്പോൾ, കാരണം പന്നി ഇറങ്ങുന്നത് അത്രയും രാത്രിയിലാണല്ലോ. അപ്പോൾ ഇത് വന്ന് കാണുമ്പോൾ എന്തോ ഒരു മതിൽ പോലെ അതിൻ്റെ മുമ്പിൽ അതിന് ഫീൽ ചെയ്യും. അപ്പോൾ എന്തോ ഒരു തടസ്സമുണ്ടെന്ന് അതിന് തോന്നിയിട്ട് ഇതിൽ തൊടുക പോലും ചെയ്യാതെ ആൾ ഓടിക്കളയും. അതായത് നമ്മൾ പലയിടത്തും ചെയ്ത് കൊടുത്തു, അവരൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് പറഞ്ഞത്. ആ ചെയ്തിടത്തേക്ക് പന്നി കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു നല്ല റിസൾട്ടുള്ള ഫെൻസിങ്ങിനെക്കാട്ടിലൊക്കെ ഒത്തിരി, ഫെൻസിങ്ങൊക്കെ കുത്തി മരത്തിൽ കളയും, പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെ കുത്തി മലത്തത്തില്ല. അപ്പോൾ നമുക്കിത് നമ്മൾ പാലക്കാട് ഇല്ല അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മളിതിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സക്സസ് ആണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അവിശ്വാസം നിലനിൽക്കും. അതായത് വിശ്വാസമില്ലായ്മ ഇത് ഈ പ്രോഡക്റ്റിൻ്റെ മേലെ നിലനിൽക്കാറുണ്ട്. അയ്യോ ഇതല്ലേ നെറ്റല്ലേ, ഇതൊക്കെ അങ്ങനെ നിൽക്കുമോ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പരിചയപ്പെട്ടിട്ട് പോകാം. അത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതിയോ. കണ്ടോ ഷീറ്റ് എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ വിരിച്ചു കൊടുത്തിരിക്കുന്നത് നോക്കി.